നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആരോടാണ് നാം മത്സരിക്കുകയും പൊരുതുകയും ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൽ ആരോടാണ് മത്സരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ മറ്റുള്ളവരെയാണ് കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മത്സരിക്കേണ്ടത് നമ്മളുടേതായ നമ്മളെ തന്നെയാണ്, ഇന്നലെകളെ ആണ്, സ്വയം ആണ് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അടുത്ത സുഹൃത്തുക്കളോട് മത്സരിച്ച് പൊരുതാതെ അവനവനിലെ തിന്മയോട് പൊരുതുക. മറ്റുള്ളവരോട് മത്സരം പലപ്പോഴും അസൂയ, സമ്മർദ്ദം, നിരാശ എന്നിവയ്ക്കൊക്കെ കാരണമാകും. മറ്റൊരാളുടെ വിജയം നമ്മെ തോൽവിയെന്ന് തോന്നിപ്പിക്കാം. സ്വയം മത്സരിക്കുമ്പോൾ ഇന്നലേക്കാൾ ഞാൻ ഇന്ന് മെച്ചപ്പെട്ടു, ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് നല്ലവനായി എന്നൊക്കെ നമുക്ക് കരുതാനും സാധിക്കും. സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും വളരാനും ശീലങ്ങൾ മെച്ചപ്പെടുത്താനും അത് നമുക്ക് ഉപകരിക്കുന്നു. വിജയം, തോൽവി എല്ലാം നമ്മുടെ കൈകളിൽ തന്നെയാണെന്ന് മനസ്സിലാകും. അതിനാൽ നമ്മൾ മത്സരിക്കേണ്ടത് നമ്മുടെ സ്വന്തം അജ്ഞതയോടും ദൗർബല്യങ്ങളോടും പഴയ തെറ്റുകളോടും ഇന്നലകളെക്കാളും കുറഞ്ഞ കഴിവുകളോടും ആണ്. പൊരുതേണ്ടത് അഹങ്കാരത്തോടും ഭയത്തോടും നെഗറ്റീവ് ചിന്തകളോടും അലസതയോടും ആണെന്ന് പറയണം. ഇങ്ങനെയായാൽ ഓരോ ദിവസം കഴിയുമ്പോഴും നാം വളരുകയും നമ്മുടെ യഥാർത്ഥ ശക്തി സന്തോഷവും കണ്ടെത്തുകയും ചെയ്യും. എന്താണ് സ്വയം മത്സരം എന്ന് നോക്കാം. മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാതെ ഇന്നത്തെ സ്വയം ജയിക്കുന്ന രീതിയിൽ ജീവിക്കുന്നത് തന്നെയാണ് അത്. എന്നാൽ ഇന്നലെ ഉണ്ടായിരുന്ന ദൗർബല്യങ്ങളെ അതിജീവിക്കൽ, ഇന്നലേക്കാൾ നല്ല ശീലങ്ങൾ നേടൽ, പഴയ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകൽ എന്നിവയൊക്കെയാണ്. എന്തുകൊണ്ട് സ്വയം മത്സരം വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. അസൂയയും താല്പര്യക്കുറവും കുറയുന്നു. മറ്റുള്ളവരുടെ വിജയം കണ്ടാൽ മനസ്സിൽ വിഷമം വരില്ല. യഥാർത്ഥ വളർച്ച നേടാം. നമ്മുടെ കഴിവുകൾ ക്രമമായി നമുക്ക് മെച്ചപ്പെടുത്താം. ആത്മവിശ്വാസം ഉയരുന്നു. ഓരോ ദിവസവും ഞാൻ വളർന്നു എന്ന് തോന്നിക്കുന്നു. ശാന്തിയും സന്തോഷവും കിട്ടുന്നു. പുറത്തുള്ള ലോകം നിയന്ത്രിക്കാൻ കഴിയുകയില്ല, പക്ഷേ സ്വന്തം മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. സ്വയം മത്സരം ചെയ്യാനുള്ള ചില മാർഗങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ദിവസേന ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ലാക്കാക്കുക. ഇന്നലെ 10 മിനിറ്റ് ഞാൻ പഠിച്ചെങ്കിൽ ഇന്ന് ഞാൻ 15 മിനിറ്റ് പഠിക്കും എന്ന് ഉറപ്പിക്കുക. നമ്മുടെ ശീലങ്ങൾ മെച്ചപ്പെടുത്തുക. ഇന്നലെ വൈകി ഞാൻ ഉറങ്ങിയെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ ഉറങ്ങും, അല്ലെങ്കിൽ വൈകിയാണ് എഴുന്നേറ്റതെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ ഉണരും എന്നൊക്കെ തീരുമാനിക്കുക. നമ്മുടെ നേട്ടങ്ങൾ രേഖപ്പെടുത്തുക. ചെറിയ പുരോഗതിയും എഴുതി വയ്ക്കുക. പഴയ തെറ്റുകളിൽ നിന്നും പഠിക്കുക. കുറ്റബോധം പിടിച്ചു നിർത്താതെ അത് വളർച്ചയുടെ മാർഗമാക്കുക. സ്വയം വിലയിരുത്തുക. ഇന്നലേക്കാൾ ഞാൻ എന്താണ് മെച്ചപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. സ്വയം മത്സരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കലല്ല, ഇന്നലത്തെ സ്വയം ജയിക്കലാണ്. അങ്ങനെ സ്വയം മത്സരിച്ച് ലക്ഷ്യങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് ജീവിത വിജയം കൈവരിക്കുക. അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കുകയും വേണം. മാത്രമല്ല, നല്ല ഒരു റോൾ മോഡലായിട്ടുള്ള ഒരു ജീവിതം മനസ്സിൽ കാണുക, അത് പിന്തുടരുക. മറ്റുള്ളവർക്കും സമൂഹത്തിനും പ്രയോജനം ചെയ്യാനുള്ള മനസ്സും കൈവരിക്കണം. നല്ല മനസ്സോടെ ജീവിക്കുക. സ്വന്തം കർമ്മം ചെയ്യുക. പിന്നെ വരുന്നതെല്ലാം നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാക്കാനുള്ള നിയോഗങ്ങൾ ആണെന്ന് ഉറച്ച് വിശ്വസിക്കുക. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആരോടാണ് നാം മത്സരിക്കേണ്ടത്, പൊരുതേണ്ടത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവിധ വശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതി ഞാൻ നിങ്ങളോട് ഈ ചിന്തകൾ പങ്കുവെക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.